ബാക്കി ഉള്ള ഭാഗത്ത് ഭിത്തി ഉണ്ടാവില്ല, വെറുതെ അരഭിത്തി ആയിരിക്കും. ഈ വരാന്തകളൊക്കെ തന്നെ ആളുകൾക്ക് കൂട്ടം കൂടിയിരുന്ന് അരഭിത്തിയിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് രസിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വരാന്തകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്കാകട്ടെ പഠന സമയം കഴിഞ്ഞുള്ള സമയം വരാന്തകളിൽ ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ടാകും. ഇന്നത്തെ വിശേഷം അങ്ങനെ ഒരു വരാന്തയെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ മന്ദിരങ്ങളിൽ ഒന്നും കാണാൻ കിട്ടുകയല്ലാത്ത ഒരു സംഗതിയാണ് ഈ വരാന്ത. പണ്ടുകാലങ്ങളിലെ വീടുകളിൽ ചതുരാകൃതിയിൽ മുൻവശത്ത് ഒരു വരാന്തയുണ്ടാകും. അരഭിത്തിയായിരിക്കും. ഈ അരഭിത്തിയിൽ കയറിയിരുന്ന് അയൽവക്കത്തുള്ളവരും കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന് വർത്തമാനം പറഞ്ഞ് ഇരിക്കും. കാറ്റും കൊള്ളാം, വർത്തമാനവും പറയാം. സ്കൂളുകളിലാട്ടെ നീളൻ വരാന്തകളിൽ കുട്ടികൾക്ക് നന്നായി ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ടാകും. ഓഫീസ് മന്ദിരങ്ങളിലാട്ടെ ഓഫീസുകളിൽ പലവിധ കാര്യങ്ങൾക്കായി വരുന്ന ആൾക്കാർക്ക് കാത്തിരിപ്പിനുള്ള കേന്ദ്രങ്ങളാണ് ഈ വരാന്തകൾ. ഒന്നുകിൽ അരഭിത്തിയിൽ കയറിയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടിരിക്കുന്ന നീളൻ ബെഞ്ചുകളിൽ കയറിയിരിക്കും. അങ്ങനെ എത്ര നേരം വേണേലും ഇരുന്ന് കാത്തിരുന്നിട്ടാണ് അവരവരുടെ കാര്യങ്ങൾ സാധിച്ചു പോവുക. ഇതൊക്കെയാണ് ഈ വരാന്തകളുടെ ആവശ്യം.